ശബരിമല ദ്വാരപാലക പീഠം വിവാദത്തിൽ ഇരട്ട അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഹൈക്കോടതി. സ്വർണത്തിന്റെ മൂല്യനിർണ്ണയം നടത്താൻ വിരമിച്ച ജില്ലാ ജഡ്ജിക്കാണ് ചുമതല. പീഠം കാണാതായെന്ന പരാതിയിൽ ചീഫ് വിജിലൻസ് ഓഫീസർക്ക് അന്വേഷണം നടത്തണം. പരാതിക്കാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെ പീഠം കിട്ടിയെന്ന കാര്യം കോടതിയോട് വിജിലൻസ് വ്യക്തമാക്കി. ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയതിലടക്കം ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു. 1999 മുതലുള്ള രേഖകളിൽ അവ്യക്തതകൾ ഉണ്ടെന്നും രേഖകൾ പരിശോധിച്ച് സ്വർണത്തിന്റെ കണക്കെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. തിരുവാഭരണം രജിസ്റ്ററും പരിശോധിക്കണം. അന്വേഷണ വിവരങ്ങൾ രഹസ്യമായിരിക്കണം എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പീഠം 4.5 വർഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിപ്പിച്ചു വച്ചതിൽ ഗൂഢാലോചന എന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ആരോപിച്ചു. സ്വർണ്ണക്കള്ളൻ എന്ന വിളി കേൾപ്പിച്ചതിൽ ആര് സമാധാനം പറയുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും പറഞ്ഞിരിക്കുകയാണ്. പീഠത്തിൽ ഗൂഢാലോചനയോ എന്നാണ് ഹോട്ട് ടി ആൻഡ് ടോക്ക് ചോദിക്കുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ A പത്മകുമാർ, കോൺഗ്രസിൽ നിന്ന് വിജയ് ഇന്ദുചൂടൻ എന്നിവരാണ് ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം പത്മകുമാറിലേക്ക് പോയാൽ, ശ്രീ A പത്മകുമാർ, 4.5 വർഷം ഒരു സ്പോൺസർക്ക് പീഠം ഒളിപ്പിച്ചു വെച്ച് ഗൂഢാലോചന നടത്തണമെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം വകുപ്പിന്റെയും ഒക്കെ പരാജയം തന്നെയല്ലേ? അതല്ല, ഇക്കാര്യത്തിൽ അങ്ങനെ 4.5 വർഷക്കാലം ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയുന്നത് നമ്മുടെ ദ്വാരപാലക പീഠത്തിൻ്റെ ദ്വാരപാലകരുടെ പീഠം നേരത്തെ 2019 ഞാൻ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് സ്വർണം പൂശി അവിടെ കൊണ്ട് വെച്ചതാണ്. അതിൽ ചെറിയ അളവിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് 2019 സെപ്റ്റംബറാണ്. നവംബർ മാസത്തിൽ എൻ്റെ കാലാവധി കഴിഞ്ഞു. ഇതിന് ശേഷമാണ് 2021 തോന്നുന്നു ഇദ്ദേഹം ഇത് മാറ്റി ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവുകയും മറ്റും ചെയ്യുന്നത്. എന്തായാലും ഇതിനകത്തുള്ള പ്രശ്നം ഈ പറഞ്ഞ ചോദിച്ചോട്ടെ, ഈ 2019 ഇങ്ങനെ മാറ്റിവെക്കുമ്പോൾ ആ മാറ്റിവെച്ച പീഠം എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് താങ്കൾക്കറിയുമോ? താങ്കളുടെ കാലയളവിലാണല്ലോ അത്. അല്ല, അങ്ങനെ മാറ്റി വെച്ചിട്ടില്ലല്ലോ. ആ ഉണ്ടായിരുന്ന പീഠം അവർ ചെയ്തു കൊണ്ടുവന്നപ്പോൾ അതിന് ചെറിയ വ്യത്യാസം ഉണ്ടായി എന്ന് പറഞ്ഞു. അതിനുശേഷം അത് മാറ്റി ചെയ്യാൻ വേണ്ടി 2021 കൊണ്ടുപോയതായിട്ട്. അതുകൊണ്ടാണ് ഈ 4.5 വർഷത്തിൻ്റെ കാര്യം ഇപ്പോൾ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നോക്കണം. എനിക്കതിൻ്റെ ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ 2021 ഇത് അയാൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണല്ലോ ഈ 4.5 വർഷത്തിൻ്റെ കണക്ക്. ഇതിൽ ആദ്യമേ തന്നെ പറയാനുള്ളത്, ഇത് ആദ്യം തന്നെ പറഞ്ഞത് എത്രയാണ്? 44 കിലോ സ്വർണം കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 38 കിലോ സ്വർണമേ ഉള്ളൂ. ഇതെന്നിപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാൾ വരെ, ബഹുമാനിതനായിട്ടുള്ള ഒരാൾ വരെ പറയുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ ദ്വാരപാലക ശില്പം എന്ന് പറയുന്നത് ചെമ്പിലാണ്. ആ ചെമ്പിൽ ആകപ്പാടെ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത് 49.325 പവൻ മാത്രമാണ്. അതാണ് പൂശിയത്. അതാണ് 2019 അവിടെ കൊണ്ടുവരുന്നത്. അത് 40 വർഷത്തെ ഗ്യാരൻറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യിച്ചത്. സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന കമ്പനി അതിനെന്തെങ്കിലും തെളിച്ചക്കുറവോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തു തന്നോളാമെന്നുള്ള ധാരണാപത്രം ഒപ്പിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് തിരുവാഭരണം കമ്മീഷണറാണ്. തീർച്ചയായിട്ടും അതിൻ്റെ മഹസർ തയ്യാറാക്കി, സ്പോട്ടിൽ അതിൻ്റെ മഹസർ ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താ വീഴ്ച, എവിടെയാണ് വീഴ്ച എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വിജിലൻസും അതുപോലെ തന്നെ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷിക്കട്ടെ. ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കട്ടെ. എന്തായാലും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു അവ്യക്തതയോ അതല്ലെങ്കിൽ ദുരൂഹതയോ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ പത്മകുമാർ, തിരുവാഭരണ കമ്മീഷണറെ കാര്യങ്ങൾ അറിയിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല, തന്നെയൊന്നും അറിയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതൊരു പിഴവായി തന്നെ ഹൈക്കോടതിയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. താങ്കളുടെ കാലത്തും ഇക്കാര്യങ്ങൾ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ പോയിട്ടുണ്ടോ? അങ്ങനെ അറിയിച്ചില്ല എന്നുള്ളത് വലിയൊരു സാങ്കേതിക പിഴവ് തന്നെയല്ലേ? അതല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കേണ്ടവരെയെല്ലാം അറിയിച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. അതിനകത്ത് ഇപ്പോൾ സ്പെഷ്യൽ കമ്മീഷനെ അറിയിച്ചില്ല എന്നുള്ളൊരു പ്രശ്നമാണ്
ബഹുമാനപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണർ ജില്ലാ ജഡ്ജി കൂടിയായിട്ടുള്ള ശ്രീ ജയകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതായിട്ട് മനസ്സിലാക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ, ആ ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിപ്രായ പ്രകടനങ്ങൾ, ഇതിൽ നിന്നാണല്ലോ ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കാലത്തും ശബരിമലയെ ഒരു എപ്പോഴും തർക്ക വിഷയമാക്കി നിർത്താൻ പലരും ശ്രമിക്കാറുണ്ട്. അതിനകത്ത് ഈ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. പ്രശാന്ത്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അത് നേരത്തെ തന്നെ പ്രകടിപ്പിച്ചതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ 1252 അമ്പലങ്ങളുണ്ട്. ഈ 1252 അമ്പലങ്ങളിലും ഇതേപോലെയുള്ള തർക്കങ്ങൾ വരാറില്ല. അപ്പോൾ ഇത് വളരെ മനഃപൂർവ്വം രൂപപ്പെടുത്തിയെടുക്കുന്ന തർക്കങ്ങളാണോ എന്നുള്ള സംശയം ഉൾപ്പെടെയാണ് എനിക്കുള്ളത്. ശബരിമല വലിയൊരു സാമ്പത്തിക സ്രോതസ്സാണെന്നും ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന ഭക്തർ എത്തുന്നത് ശബരിമലയിലേക്കാണ് എന്നുള്ളതും ശബരിമലയാണ് ഏറ്റവും വലിയ വരുമാനം ലഭിക്കുന്ന അമ്പലം എന്നുള്ളതുമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് കൂടിയാണ് ശബരിമല വലിയ ശ്രദ്ധാകേന്ദ്രം ആകുന്നതും. അപ്പോൾ അവിടെ പിഴവില്ലാതെ കാര്യങ്ങൾ ചെയ്തു പോവുക എന്നത് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തമല്ലേ? ഇവിടെ ആരാണിപ്പോൾ ശബരിമലയെ വിവാദ കേന്ദ്രം ഈ ഘട്ടത്തിലാക്കിയിരിക്കുന്നത്? സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പിഴവല്ലേ ആദ്യം ചോദ്യം ചെയ്യപ്പെട്ടത് ഇവിടെ? അല്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തൊരു പിഴവും ഉണ്ടായിട്ടില്ല. അങ്ങനെ എവിടെ ഏത് പിഴവാണ് ഉണ്ടായിട്ടുള്ളത്? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തൊരു പിഴവും ഉണ്ടായിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് പിഴവുണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയിക്കേണ്ടവരെ വേണ്ട വിധത്തിൽ അറിയിക്കാതെ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് തന്നെയാണ് ഇവിടെ ആദ്യം ഉയർന്ന പരാതി. അല്ല, അത് സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ട്, ഹൈക്കോടതിക്ക് കൊടുത്ത റിപ്പോർട്ട് അതാണ്. അതെ, സർക്കാരിനെ കോടതി വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ ശ്രീ പത്മകുമാർ? എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഈ അവ്യക്തതകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അതിനകത്ത്. അല്ല, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ബോഡിയാണ്, കവനൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ബോഡിയാണ്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ പറ്റുക? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് തന്നെയല്ലേ ഉത്തരവാദിത്വം. ദേവസ്വം വകുപ്പിന് അതിന് ചുമതലയില്ലേ ശബരിമലയിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ? ആ ദേവസ്വം വകുപ്പ് ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പൊതുഭരണത്തിൻ്റെ നേതൃത്വമാണ് ദേവസ്വം വകുപ്പിനും ഗവൺമെൻറ്റിനും ഉള്ളത്. അതിൻ്റെ മേൽനോട്ടാധികാരം ഉൾപ്പെടെയാണ്. നേരിട്ട് ഭരണം നടത്തുന്നത് ദേവസ്വം ബോർഡാണ്, ദേവസ്വം ബോർഡുകളാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് 5 ബോർഡുകളാണുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട്, കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട്, മലബാർ ദേവസ്വം ബോർഡുണ്ട്, കൂടൽമാണിക്യമുണ്ട്, ഗുരുവായൂരുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളും ആ ബോർഡുകൾക്ക് കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാത് ബോർഡുകളാണ് ചെയ്യേണ്ടത്. ഇവിടെ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ദേവസ്വം മന്ത്രിയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് മുമ്പ് പീഠം സംബന്ധിച്ച്, പീഠം കാണാനില്ല എന്നത് സംബന്ധിച്ച് സ്പോൺസർ പരാതി കൊടുക്കുകയാണ്. അപ്പോൾ ഗൂഢാലോചന നടത്തി എന്ന് സർക്കാർ ആരോപിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് തന്നെ പീഠം കണ്ടെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. ഈ കാര്യങ്ങളിലേക്ക് വഴിവെച്ചത് സത്യത്തിൽ ഒരു അശ്രദ്ധ തന്നെയല്ലേ? സാങ്കേതികമായി ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡിനടക്കം വീഴ്ച സംഭവിച്ചിരിക്കുക തന്നെയല്ലേ? അല്ല, ഇങ്ങോട്ടുള്ള ചോദ്യത്തിന് ഉത്തരം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വന്നല്ലോ. കാരണം അവിടെ ഇങ്ങനെ പീഠം സമർപ്പിച്ചു എന്ന് പറയുന്ന ആൾ, അതെവിടെയാണെന്ന് അറിഞ്ഞുകൂടാന്ന് പറയുന്ന ആൾ, എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇത് കിട്ടുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞതിനകത്ത് എന്താ കുറ്റം? ഇത് വളരെ മനഃപൂർവ്വം തന്നെ മാറ്റിവെച്ചിട്ട് ഇങ്ങനെ ഉന്നയിച്ചതാണോ എന്നുള്ള സംശയം ദേവസ്വം വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട വാസവൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിനകത്ത് എന്താ പെശക്? ആരെയാണ് സംശയിക്കുന്നത് ഈ ഗൂഢാലോചനയിൽ? അങ്ങനെ തോന്നിയതാവാം. ആരെയാണ് സംശയിക്കുന്നത് ഈ ഗൂഢാലോചനയിൽ? ഈ വ്യക്തി ഒറ്റയ്ക്ക് നടത്തിയ ഗൂഢാലോചന എന്നുള്ളതാണോ അല്ല സർക്കാരിന്റെ വിചാരം? എന്താണ് അതിനകത്ത് സർക്കാരിന്റെയും പാർട്ടിയുടെയും ഒക്കെ ഒരു തോന്നൽ? എന്താണ് ഈ വിഷയത്തിൽ? സർക്കാരിന്റെ
ഇല്ല, അതിപ്പോൾ എന്നോട് ചോദിച്ചിട്ട് എന്ത് പറയാൻ പറ്റും? ഞാനല്ലല്ലോ പറഞ്ഞത്. പറഞ്ഞ ആളിനോട് തന്നെ ചോദിക്കരുതോ? നേരിട്ട് നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന ആൾ തന്നെയാണല്ലോ. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ലല്ലോ. അതെ, അല്ല, അതിപ്പോൾ ഞാൻ പഴയ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും ശബരിമലയായിട്ട് ബന്ധപ്പെട്ട ആളെന്നുള്ള നിലയ്ക്കും മാത്രമാണ് ഇങ്ങനെ ഇപ്പോൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ വരുന്നത്. കാരണം മറ്റ് മുൻ പ്രസിഡന്റുമാർ ഒരുപാട് പേരുണ്ടല്ലോ. എന്നെ കൂടാതെ 5 പേരൂടെ ഉണ്ട്. നിങ്ങളാരും വിളിക്കാറില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വിളിച്ചാലും അവർ വരാറില്ല. ഞാൻ ഈ ശബരിമലയായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ടാണ് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ ഈ കാര്യത്തിലൊക്കെ ഇടപെടുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും അതുകൊണ്ടാണ്. ഇപ്പോൾ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതിൻ്റെ അഭിപ്രായം ഞാൻ പറയണം എന്ന് പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. അത് പറയാൻ ഞാൻ ആളുമല്ല. തിരിച്ചെത്താം ശ്രീ എ പത്മകുമാർ. ശ്രീ വിജയ് ഇന്ദുചൂഡൻ, ഈ തരത്തിൽ ഗൂഢാലോചന നടന്നു സർക്കാരിനെതിരെ എന്നുള്ളതാണ് ദേവസ്വം മന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഗൂഢാലോചന ആരോപണം പറഞ്ഞ് ഇതിൽ നിന്ന് കൈയൊഴിയുവാൻ ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പിനും സർക്കാരിനുമൊക്കെ കഴിയുമോ സത്യത്തെ? അല്ല, ഇവിടെ ആദ്യം തന്നെ പത്മകുമാറാട്ടൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് സ്ട്രക്ചറാണ്, ഒരു ബോഡിയാണ്. അതിനകത്ത് ഈ സ്വർണ്ണപീഠം പോയതിൽ ദേവസ്വം ബോർഡിന് മാത്രമാണ്, അല്ലെങ്കിൽ ഇതുപോലെ മാറ്റിവെച്ചതിന് ദേവസ്വം ബോർഡിന് മാത്രമാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തിനാണ് ഒരു സർക്കാർ? എന്തുകൊണ്ട് അപ്പോൾ ദേവസ്വം ബോർഡിനും സർക്കാരിനും യാതൊരു വിധമായിട്ടുള്ള ഉത്തരവാദിത്വം ഇല്ല എന്നാണോ ഇദ്ദേഹം പറയുന്നത്? പിന്നെ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഇതിനകത്ത് മറ്റുള്ളവരെ അറിയിച്ചില്ല, അതൊരു വീഴ്ചയാണ്. അതൊരു വീഴ്ചയാണോ? അതൊരു വീഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ, വസ്തുതാപരമായി പറഞ്ഞാൽ ഒരു വീഴ്ചയാണ്. അറിയിക്കേണ്ടവരെ അറിയിച്ചില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഇതിനകത്തെ വീഴ്ച. ഇതിനകത്ത് ഞങ്ങൾ പറയുന്നത് പൊതുജനങ്ങളോട് നിങ്ങൾ പറയുവാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്തോടു കൂടി പറയേണ്ടത് എന്താണ്? 2019 ഒരു സ്വർണം അവിടെ കാണിക്ക വെക്കുന്നു, അല്ലെങ്കിൽ സംഭാവന നടത്തുന്നു. ആ 2020 അതിന് മങ്ങലേൽക്കുന്നു. ആ മങ്ങലേൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കാണിക്ക കൊടുത്ത അല്ലെങ്കിൽ സംഭാവന ചെയ്ത ഒരു സ്വർണത്തിന് മങ്ങലേൽക്കുമ്പോൾ അത് വീണ്ടും എന്തിനാണ് ആ സംഭാവന കൊടുത്ത ആളെ തന്നെ വിളിച്ചു വരുത്തി വീണ്ടും അദ്ദേഹത്തിനോട് ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് പറയുന്നത്? അതിനകത്ത് തന്നെ എന്തോ ഒരു വശപ്പിശകില്ലേ? 2019 ഒരു സംഭാവന ചെയ്യുന്ന ഉദാഹരണം, ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ആനയെ നടക്കിരുത്തുകയാണ്. ആ ആനയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ ആ കാണിക്ക ഇരുത്തിയ ഉടമസ്ഥനെ വിളിച്ചുകൊണ്ട് അതിൻ്റെ ചികിത്സ ഏറ്റെടുക്കണമെന്നാണോ നമ്മൾ പറയുന്നത്? അല്ലല്ലോ. കാണിക്ക കൊടുത്ത ഒരു സ്വർണ്ണ പീഠത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 2020 ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കുക. ശരി, അദ്ദേഹം അത് കൊണ്ടുപോയി. 2021 ഒരു പുതിയ സ്വർണ്ണപീഠം അവിടെ വീണ്ടും അദ്ദേഹം സംഭാവന ചെയ്തു. ഒരു കാർപ്പൻറ്ററെ വെച്ച്, വാസുദേവൻ എന്ന് പറയുന്ന ഒരാളെ വെച്ച് അദ്ദേഹം അത് തിരിച്ചവിടെ കൊടുത്തു വിടുന്നു. എന്തിനാണ് ഒരു തേർഡ് പാർട്ടി? ഈ വാസുദേവൻ ആരാണ്? ഈ കാർപ്പൻറ്റർ ആരാണ്? ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന കോടാനുകോടി ആസ്തിയുള്ള ശബരിമല പോലെയുള്ള ഒരു സംവിധാനത്തിന് ഈ കാർപ്പൻറ്ററോ അല്ലെങ്കിൽ അതിലെ ഉദ്യോഗസ്ഥരോ ബാക്കിയോ ഒന്നും ആളുകളൊന്നുമില്ല എന്നാണോ വാദിക്കുന്നത്, അല്ലെങ്കിൽ ഈ സർക്കാർ പറയുന്നത്? 2021 തിരിച്ച് സ്വർണ്ണപീഠം കൊടുത്തു വിടുമ്പോൾ അത് റെക്കോർഡിക്കലായിട്ട് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. എത്രയോ പ്രാവശ്യം കോടതിയും ബാക്കിയുള്ള അന്വേഷിച്ചിട്ടുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തൊന്നും യാതൊരു റെക്കോർഡ്സും ഇല്ല, ഒരു എവിഡൻസും ഇല്ല. ബാക്കി ഇതൊന്നും റെക്കോർഡിക്കലായിട്ടില്ല. അവിടെ ആര് വരുന്നു, ആരിടപെടുന്നു, ആരിത് കൊണ്ടുപോകുന്നു, ആര് തിരികെ കൊണ്ടുവെക്കുന്നു, ഇത് ദേവസ്വം ബോർഡിന് കൃത്യമായിട്ട് പറയുവാൻ സാധിക്കുമോ? ഒരു രീതിയിലും സാധിക്കില്ലല്ലോ. എന്താണ് ഇവിടെ എല്ലാ തേർവാഴ്ചയും നടന്നുകൊണ്ട് സ്വർണം പോലെയുള്ള കാര്യങ്ങൾ, സ്വർണ്ണപീഠം സംഭാവന ചെയ്യുന്നു, കാണിക്ക വെക്കുന്നു, അത് തിരിച്ച് ആർക്കെങ്കിലും ഒക്കെ കൊടുത്തു വിടുന്നു. അത് തിരിച്ച് കൊടുത്തു വിടുമ്പോൾ തന്നെ ഇതിന് സൈസ് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞാണ് അത് തിരിച്ചു കൊടുത്തു വിടുന്നത്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഒരു തേർഡ് പാർട്ടി? ഒരു തേർഡ് പാർട്ടിയുടെ ആവശ്യം എന്താണ്? ആ ദേവസ്വം ബോർഡിൽ വന്ന് കയറി വിജയ്, കാര്യങ്ങൾ കൃത്യമായി അവിടെ രേഖപ്പെടുത്തപ്പെടാതെ പോയിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അപ്പോഴും കോടതി രേഖകൾ പരിശോധിച്ചുകൊണ്ട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം 1999 മുതലുള്ള രേഖകളിൽ അവ്യക്തത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ പിണറായി സർക്കാരിനെ മാത്രം പഴിചാരി ഇതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല. ലക്ഷ്മി, എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നല്ല. ഈ പറയുന്ന പോലെ 1999 മുതൽ രേഖകളിനകത്ത് കൃത്രിമത്വം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക തന്നെ വേണം, യാതൊരു സംശയമില്ല. പക്ഷേ അതുകൊണ്ട് 2016 മുതൽ ഈ രേഖകളൊന്നും സൂക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ഇതൊന്നും റെക്കോർഡ് ചെയ്യപ്പെടേണ്ട എന്നായിരുന്നു ഈ സർക്കാർ ധരിച്ചത്. ശരി, ഈ 2016 മുതലുള്ള രേഖകൾ, ഇതൊരു പുതിയ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ യുഗമാണല്ലോ. 2016 മുതൽ കഴിഞ്ഞ 10 വർഷങ്ങൾ
പരിശോധിച്ചാൽ എന്തുകൊണ്ട് കൃത്യമായിട്ടുള്ള രേഖകൾ സൂക്ഷിച്ചില്ല? 1999 മുതൽ നമ്മൾ രേഖകൾ സൂക്ഷിച്ചിരുന്നില്ല, അതുകൊണ്ട് 2016 നമുക്ക് രേഖകൾ വേണ്ട എന്നാണോ ഇവർ വാദിക്കുന്നത്? 2016 മുതൽ ഈ പറയുന്നത് പോലെ ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ട്. സ്വർണ്ണപ്പാളികളും സ്വർണ്ണപീഠങ്ങളും ഒക്കെ തൂക്കത്തിലും ബാക്കിയുള്ള അളവിലുമൊക്കെ കുറവ് വരുമ്പോൾ ഇത് പൊതുജനം കൊണ്ടിടുന്ന, പൊതുസമൂഹം കണ്ണീരോടുകൂടി കാണിക്കയായി കൊണ്ടുവെക്കുന്ന സ്വർണവും പണവും ഒക്കെയാണ്. ഇതാരാണ് കളവെടുക്കുന്നത്? ഇതാരാണ് എടുത്തുകൊണ്ട് പോകുന്നത്? ഇത് ആരാണ് ക്രയവിക്രയങ്ങൾ നടത്തി തിരിച്ചു കൊണ്ട് വെക്കുന്നത്? ആരാണ് അവിടെ വന്നു പോകുന്നത്? ഈ പറയുന്ന പോലെ ദേവസ്വം ഉദ്യോഗസ്ഥരാരാണ്? ഇതൊന്നും റെക്കോർഡ്സ് ഇല്ല, ഇതിനൊന്നും യാതൊരു വിധമായിട്ടുള്ള റെക്കോർഡ്സും ഇല്ല. അവസാനം PS പ്രശാന്ത് വന്നുകൊണ്ട് പറയാണ്, എന്നെ കള്ളനാക്കിയില്ലേ? അതെ, നിങ്ങൾ കള്ളനായതുകൊണ്ടാണ് കള്ളനാക്കിയത്. ഇത് ഞങ്ങളുടെ നിലപാടല്ല, പൊതുസമൂഹത്തിൻ്റെയും പൊതുജനത്തിൻ്റെയും നിലപാടാണ്. അവിടുന്ന് സ്വർണം കളവ് പോകുമ്പോൾ, സ്വർണത്തിൻ്റെ കാര്യത്തിൽ തൂക്കത്തിൽ അളവിൽ കുറവ് വരുമ്പോൾ സ്വർണ്ണപീഠം തിരിച്ചു കൊണ്ടുപോയിട്ട് അത് പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, 2021 ഈ സ്വർണ്ണപീഠം അവിടുന്ന് തിരിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നു. 2021 മുതൽ 2025 വരെ കോടതി ചോദിക്കുമ്പോഴാണ് ഈ പറയുന്ന സർക്കാരും ഈ പറയുന്ന പോലെ ദേവസ്വം ഉദ്യോഗസ്ഥരും പറയുന്നത് അത് 4 വർഷമായി ഞങ്ങൾക്കറിയില്ല. എന്തുകൊണ്ട് ഈ 4 വർഷം അവർ അന്വേഷിച്ചില്ല? 4 വർഷം സ്വർണ്ണപീഠം കൊടുത്തു വിട്ടിട്ട് അതെവിടെയാണ്, അതെന്തുകൊണ്ട് തിരികെ കൊണ്ടുവന്നില്ല? എന്തുകൊണ്ട് ഇവർ ചോദിച്ചില്ല? അതോ ഈ സംഭാവന ചെയ്ത ആളതങ്ങ് കൊണ്ടുപോയിക്കോട്ടെ എന്ന് കരുതിയോ? ശരി, അങ്ങനെയാണെങ്കിൽ തന്നെ എന്തുകൊണ്ട് ഈ 4 വർഷം ആ കൊണ്ടുപോയ ആളോടോ, ഈ പറയുന്ന വാസുദേവനോടോ, ആ കാർപ്പൻറ്ററോടോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോടോ എന്തുകൊണ്ട് ചോദിച്ചില്ല? 2025 വരെ എന്തിന് വെയിറ്റ് ചെയ്തു ഇവര്? സ്വർണ്ണമാണല്ലോ കൊണ്ട്, സ്വർണ്ണപീഠമാണല്ലോ, പവിത്ര പുരാതനമായിട്ടുള്ള ഒരുപാട് കോടാനുകോടി ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന വിജയ് ചോദിച്ച ചോദ്യം തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പത്മകുമാറിനോട് ചോദിക്കുന്നത്. ചട്ടങ്ങൾ പ്രകാരം ഇതിനൊരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ, ഈ നടക്കി വയ്ക്കുന്ന സാധനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കേണ്ടത് ആ സ്പോൺസർ ചെയ്ത ആളാണോ, നേർച്ച ചെയ്ത ആളാണോ അത് പരിഹരിക്കേണ്ടത്? എന്തടിസ്ഥാനത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും പിക്ചറിലേക്ക് കൊണ്ടുവന്നത്? അത് ഒരു ചട്ടപ്രകാരമുള്ള നടപടിയാണോ? അത് എനിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് കൂടിയാണ് ചോദിക്കുന്നത്. ലക്ഷ്മി, അതിനകത്തൊരു കാര്യം ആദ്യം തന്നെ വ്യക്തമാക്കാനുള്ളത്, ഇപ്പോൾ വിജയൻ്റെ അടുക്കൽ ലക്ഷ്മി ചോദിച്ചൊരു ചോദ്യം, ഇതിനകത്ത് 2016 മുതലുള്ള ഭരണം മാത്രമാണോ ഉത്തരവാദിത്വം എന്ന് ചോദിച്ചു. അതിൻ്റെ മറുപടി ആദ്യം പറഞ്ഞിട്ട് ഇപ്പം ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇതിൽ വിജയ് ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2016 ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ സമയം കുറച്ച ഓർഡിനൻസ് കൊണ്ടുവന്നുകൊണ്ട്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി 2 വർഷമാക്കി ചുരുക്കുകയും ആ ഓർഡിനൻസ് വന്നതിന് ശേഷമാണല്ലോ ഞാൻ പ്രസിഡൻ്റ് ആകുന്നത്. അതിന് മുമ്പ് ഇടതുപക്ഷത്തു നിന്ന് പ്രസിഡന്റുമാരായിട്ടുള്ള 2 പേരാണ് ഇപ്പോൾ ഉള്ളത്, ഗുപ്തനും അതുപോലെ തന്നെ രാജഗോപാലൻ നായർ സാറും. ഈ CK ഗുപ്തനും ശ്രീ രാജഗോപാലൻ നായരും കഴിഞ്ഞാൽ 2016 ഞാൻ പ്രസിഡൻ്റ് ആകുന്നത്. 2016 നവംബർ മാസം 13-ാം തീയതിയാണ്. അതിനുശേഷമാണ് ശ്രീ വാസു, K അനന്തഗോപൻ, PS പ്രശാന്ത് ഈ നിലയ്ക്ക് വരുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് കറക്റ്റ് തന്നെയാണ്. അത് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പറയുകയാണ്. അവിടെ മോഹൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തിട്ട് വർഷങ്ങളായെന്നും, 28 വർഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അയാൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ കോടതിയിൽ പോകുമ്പോൾ ഞങ്ങളതിനെ സംബന്ധിച്ച് നോക്കിയപ്പോഴാണ്, എൻ്റെ കാലത്താണ് ശബരിമലയിലെ ചുമതല അയാൾ മാറിക്കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കാലമായിട്ട് അയാൾക്ക് പെൻഷനും ശമ്പളങ്ങളും പെൻഷൻ കൊടുക്കാതിരുന്നത് എന്നുള്ള വിവരം കണ്ടെത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണ ഉരുപ്പടികൾ ഉൾപ്പെടെയുള്ളതിൻ്റെ കണക്കെടുക്കാൻ തീരുമാനിച്ചു. 2 മാസം കൊണ്ട് എടുക്കണം എന്നൊക്കെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ 2019 സെപ്റ്റംബർ മാസത്തോടു കൂടിയിട്ടാണെന്ന് തോന്നുന്നു ഹൈക്കോടതിക്ക് നമ്മൾ ആ കണക്ക് കൊടുത്തിട്ടുണ്ട്. 2019 നമ്മൾ ആ കണക്ക് കൊടുക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ രേഖകളിൽപ്പെട്ട നമ്മുടെ സ്ട്രോങ് റൂമുകളിലിരിക്കുന്ന സ്വർണം ഉൾപ്പെടെയുള്ളതിൻ്റെ കണക്കാണ് അന്ന് കൊടുത്തത്. പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥ എന്താ? പല രേഖകളും സ്കാൻ ചെയ്തെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പറയുകയാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു
ആളുടെ ഇപ്പോൾ ചില ആൾക്കാർ പറയും ഞങ്ങളെ ഇങ്ങനെ ഏൽപ്പിച്ചാൽ ശരിയാക്കി കളയും, അതല്ലേ മറ്റൊരാളിനെ ഏൽപ്പിച്ചാൽ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നതൊക്കെ വെറുതെയാണ്. ഞാൻ പണിക്കായി സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുമ്പോഴൊക്കെ പ്രതിനിധി അതിനൊപ്പം പോകേണ്ടതല്ലേ? ആ കീഴ്വഴക്കമൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ ഈ കേസിൽ? ലക്ഷ്മി, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. 2016 എൻ്റെ കാലഘട്ടത്തിൽ ഒരു സംശയം വേണ്ട, 2017 മുതൽ 19 വരെയുള്ള 2 വർഷക്കാലം ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കാനും വളരെ കൃത്യതയോടുകൂടി തന്നെ, ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലമാണ്, അതൊക്കെ വേറെ കാര്യങ്ങൾ. പക്ഷേ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ക്രമപ്പെടുത്താൻ വേണ്ടി ശക്തമായി തന്നെ ഇടപെട്ടിട്ടുണ്ട് കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇപ്പം ഈ കാര്യത്തിൽ തന്നെ ഈ സ്വർണ്ണപ്പാളിയുടെ കാര്യം തന്നെ പറഞ്ഞാൽ, സ്വർണ്ണപ്പാളി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ 44 കിലോ വരുന്ന ചെമ്പ് തകിടാണ്. അത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 38 ഉണ്ടായിരുന്നുള്ളൂ, പീഠത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നെന്നും പീഠം മാറ്റാൻ 2021 കൊണ്ടുപോയെന്നൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത്, ഒരു മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുകയാണ് 4 കിലോ സ്വർണ്ണം അവിടെ കാണാതെ പോയി എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ 50 പവനിൽ താഴെ 49.25 പവനല്ലാതെ ഒരു പവൻ പോലും ആ ദ്വാരപാലകത്തിൽ വിഗ്രഹത്തിൽ പൂശിയിട്ടില്ല. അതിനെന്താ പ്രശ്നം? അതിന് കൊടുത്തയക്കുമ്പോൾ ഇത് സ്വർണ്ണമാണ് കൊടുത്തയച്ചതെന്ന് നിങ്ങൾ വാദിക്കാതെ, സ്വർണ്ണപ്പാളിയല്ല ചെമ്പ് പാളിയാണ്, അത് കൊടുത്തയക്കുമ്പോൾ അല്ലെങ്കിൽ അത് പൂശാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ദേവസ്വം ബോർഡിൻ്റെ ഒരു തരി സ്വർണം പോലും എടുക്കേണ്ടതില്ല. അങ്ങനെ തീരുമാനിച്ചപ്പോഴാണ് നമ്മുടെ തിരുവാഭരണം കമ്മീഷണർ റിപ്പോർട്ട് വരുന്നത്, ഇങ്ങനെ ഒരാൾ ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെയാണ് അയാളുടെ എഗ്രിമെൻ്റ് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ചെന്നൈയിലെ സ്ഥാപനത്തിൻ്റെ 40 വർഷക്കാലത്തെ ഗ്യാരണ്ടി പത്രം നമ്മൾ എഴുതി വാങ്ങിക്കുന്നു, അതിൻ്റെ ഉത്തരവാദിത്വം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പറയുന്ന ഈ കമ്പനിയുമായുള്ള ധാരണയിൽ ഇടപെടലുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ട്. അതല്ല, അയാളാണല്ലോ അന്നത്തെ സ്പോൺസർ. അയാളെ എങ്ങനെയാണ് പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിരുവോണത്തിൻ്റെ അന്ന് ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് സദ്യ കൊടുക്കുന്ന ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹം എഴുതി തരികയാണ്, ഇതിൻ്റെ ചിലവ് എത്രയാണെങ്കിലും അത് ഞാൻ വഹിച്ചുകൊള്ളാം എന്ന്, അതിൻ്റെ സ്വർണം പൂശുന്നതിനുള്ള ചിലവ് ഞാൻ വഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് അയാൾ എഴുതി തരികയാണ്. ഇപ്പോൾ വിജയ് പറഞ്ഞതുപോലെ ഒരു സാധനം ക്ഷേത്രത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ക്ഷേത്രത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും വകയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അയാളുടെ ഉത്തരവാദിത്വത്തിലും അയാളുടെ ചെലവിലും ഇത് ചെയ്തുകൊള്ളാമെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം, അങ്ങനെ വെറുതെ ഒരാൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോരാ, നമുക്ക് ഗ്യാരണ്ടി വേണം. അവിടെ ശബരിമല ക്ഷേത്രത്തിന് മുമ്പിൽ ദ്വാരപാലകരെ സ്വർണം പൂശി സമർപ്പിക്കുമ്പോൾ അതിനുള്ള ഗ്യാരണ്ടി ഉണ്ടാവണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ 40 വർഷക്കാലത്തെ ഗ്യാരണ്ടി എഴുതി വാങ്ങിച്ച് വേണം അത് ചെയ്യാൻ എന്ന് ഞങ്ങൾ ബോർഡ് തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഹൈക്കോടതി തീരുമാനിച്ചല്ലോ, ഇതിനകത്ത് കാശിന് ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വിജിലൻസ് ഉൾപ്പെടെ അന്വേഷിച്ചിട്ട് ആരുടെയെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം. കാരണം താങ്കളുടെ കാലത്ത് കാര്യങ്ങളെല്ലാം സാങ്കേതികമായി വളരെ ശരിയായി തന്നെ നടന്നു എന്ന് പറയുമ്പോൾ അതിനൊരു തുടർച്ച ഉണ്ടായില്ല എന്ന ആരോപണം താങ്കൾക്കുണ്ടോ? മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ കാര്യങ്ങളിൽ ഇടപെടുത്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായും അങ്ങ് വിശ്വസിക്കുകയാണോ ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഗൂഢാലോചന നടത്തിയെന്ന് ദേവസ്വം മന്ത്രിയൊക്കെ പറയുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരു ഷേഡി ക്യാരക്ടറായി അദ്ദേഹം നമ്മൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോഴല്ലേ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അയാൾക്ക് അങ്ങനെ ഒരു ബാക്ക് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മളാരും ഏൽപ്പിക്കത്തില്ലല്ലോ. നമ്മുടെ വിജിലൻസിൻ്റെ റിപ്പോർട്ടിൻ്റെയും തിരുവാഭരണം കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണല്ലോ അന്നത്തെ ബോർഡ് ഇങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുന്നത്. അതല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു കുറ്റവാളിയായിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കി മനഃപൂർവ്വം ശബരിമല അയ്യപ്പൻ്റെ ദ്വാരപാലകരുടെ ശില്പം സ്വർണം പൂശാൻ വേണ്ടി അദ്ദേഹത്തെ ഏൽപ്പിക്കും എന്ന് നമ്മൾ എഴുതാപ്പുറം വായിക്കുന്നത്? ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. അക്കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇടവേണ്ട.
ശ്രീ വിജയ്, ആ ഘട്ടത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തിയെ സംശയിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൂടി അറിവുള്ള ഒരു കമ്പനിയിലേക്ക് ഈ കാര്യങ്ങൾ ഒരു ധാരണാപത്രത്തിന്റെ പുറത്ത് സർക്കാർ പോയത് എന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ അതേ വ്യക്തിത്വത്തെയാണ് സർക്കാർ സംശയിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ടു മുമ്പ് ഈ പരാതിയുമായി മുന്നിൽ വന്ന് ഒരു ഗൂഢാലോചന നടത്തിയെന്ന്. എന്താണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? ലക്ഷ്മി, ഇവിടെ പത്മനാഭൻ പറഞ്ഞതുപോലെ ഈ ചെമ്പ് തെളിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെയാണ്. സർക്കാരിൻ്റെ ചെമ്പാണ് തെളിഞ്ഞു വന്നത്. ആ കള്ളത്തരം പൊളിഞ്ഞു വരുന്നത് സർക്കാരിൻ്റെ കള്ളത്തരമാണ് ഇപ്പോൾ പൊളിഞ്ഞടുങ്ങിയത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഇത്രയേറെ സ്നേഹം എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അവിടെ സദ്യ കൊടുക്കുന്ന ആളായിരുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്തമെല്ലാം ഞാൻ ഏറ്റുകൊടുത്തുകൊള്ളാം, അല്ലെങ്കിൽ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അതല്ല, ഇതിനൊരു എഗ്രിമെൻ്റ് വേണം, എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ നടക്കണമെന്ന് ഇവിടെ പത്മനാഭൻ പറയുന്നതൊക്കെ കേട്ടു. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഇത്രത്തോളം സ്നേഹം എന്താണ്, അത് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അല്ലെ, എന്താണ് ഇത്ര സ്നേഹം? അവിടെ സദ്യ കൊടുക്കുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം അവിടെ സംഭാവന ചെയ്തു, അല്ലെങ്കിൽ കാണിക്ക വെക്കുന്നു, അത് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു എഗ്രിമെൻ്റ് മേടിച്ച് ഈ സ്വർണം കൊണ്ടുപോകുവാനും തിരിച്ചു കൊണ്ടുവരുവാനും അവിടെ കയറി ഇറങ്ങി നടക്കുവാനും കാർപ്പൻ്റർ അടക്കം അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥൻ വാസുദേവൻ അടക്കം എല്ലാവർക്കും വിരഹിക്കുവാൻ ഒരു വിഹാര കേന്ദ്രമായി അവിടെ ആ ശബരിമല സന്നിധാനം തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇവിടെ സംസ്ഥാന സർക്കാർ. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയെ ഇതിനകത്തേക്ക് ഇടപെടുവാൻ ആരാണ് നിർദ്ദേശം കൊടുത്തത്? അതാണ് ഇവിടുത്തെ പൊതുസമൂഹത്തിന് അറിയേണ്ടത്. അതിന് പ്രിയപ്പെട്ട പത്മകുമാറിയുടെ ഉത്തരവുണ്ടോ? ഇനിയും മൂന്നാമതൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ആളുടെ നിയോഗിക്കപ്പെട്ട സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡോ നിയോഗിക്കപ്പെട്ട ആളുടെ ലക്ഷ്യം എന്തായിരുന്നു? അതിനകത്തേക്ക് സ്വർണ്ണപീഠം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോരുന്നതിനും പോകുന്നതിനുമൊക്കെയുള്ള യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് അന്വേഷിക്കണം. അപ്പോൾ ഇത് കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക, അവിടെ എന്തെങ്കിലുമൊക്കെ കാണിക്കുക, ഈ പറയുന്ന പോലെ കോടതി ഉത്തരവ് വിജിലൻസ് അന്വേഷണം കൊണ്ടുവരുമ്പോൾ അത് 2025 കോടതി അത് പറയുമ്പോൾ ആ അന്വേഷണം നെല്ലും പതിരും ഞങ്ങൾ അപ്പോൾ തിരിച്ചറിഞ്ഞുകൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ ഇത് 2016 മുതൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അവിടെ സ്വർണം കളവ് പോകുന്നതും അതുകൊണ്ട് ആ സ്വർണം പൂശുവാൻ അതിൻ്റെ ക്രയവിക്രയങ്ങൾ നടത്തുവാൻ കൊടുത്തു വിടുന്നതും അതിനകത്ത് തൂക്കത്തിൽ കുറവ് വരുന്നതും ആ സ്വർണം കാണാതെ പോകുന്നതും ഇതൊന്നും റെക്കോർഡിക്കലാകാതിരിക്കുന്നതും എല്ലാം ഈ പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെയും അവിടെ നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഒരു ഇടപെടലുകളാണെന്നുള്ളതാണ് ഇവിടുത്തെ പൊതുസമൂഹം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, ഇത് അറ്റ്ലീസ്റ്റ് റെക്കോർഡിക്കലാകാത്ത പക്ഷം, ഇത് കൃത്യമായി രേഖപ്പെടുത്താത്ത പക്ഷം, ഇത് ഈ സംസ്ഥാന സർക്കാരും ഈ പറയുന്നത് പോലെ ദേവസ്വം ബോർഡ് വകുപ്പും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. ഇത് നിങ്ങൾ ആൻസറബിൾ ആണ്. കാരണം ഇത്രത്തോളം സ്വർണം പോവുക, സ്വർണ്ണപീഠം കൊണ്ടുപോവുക, അതിനിടയിൽ അത് കാണാതെ പോവുക, അത് ആ 4 വർഷം 2021 മുതൽ 2025 വരെ അതിനെപ്പറ്റി കമാന്നൊരക്ഷരം കോടതി ഇടപെട്ടപ്പോൾ അതിന് ആ സ്വർണം എവിടെ പോയി, അത് അന്വേഷിക്കണം, അത് അന്വേഷിച്ച് കണ്ടെത്തണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരിക. ഇത്രയും നാൾ ഈ 4 വർഷം ഈ സർക്കാർ എവിടെയായിരുന്നു? ശരി, സർക്കാരിന് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്ന് ഇദ്ദേഹം തന്നെ വീഴ്ചകൾ ഈ പറയേണ്ട ആളുകളോടൊക്കെ പറയാതിരിക്കുക, അദ്ദേഹം അത് സമ്മതിക്കുന്നുണ്ടോ? അദ്ദേഹം ആദ്യം തന്നെ ഈ ചർച്ചയുടെ ആദ്യം തന്നെ പത്മകുമാറേട്ടൻ അത് പറഞ്ഞല്ലോ, ഇതിനകത്ത് പറയേണ്ട ആളുകളോടെല്ലാം പറയാത്തതാണ് ഇതിനകത്തുള്ള വീഴ്ച എന്ന് അദ്ദേഹം കണ്ടെത്തി. അതൊരു വീഴ്ച തന്നെയാണ്. ഇതിനൊരു നാഥനില്ലേ, അല്ലെങ്കിൽ ഒരു ഹയറാർക്കിക്കൽ ഓർഡർ ഇല്ലേ, ഇതിനൊരു പ്രസിഡന്റ് ഇല്ലേ, അതിൻ്റെ താഴെയുള്ള പ്രവർത്തകരില്ലേ, ഉദ്യോഗസ്ഥരില്ലേ, കമ്മീഷണറില്ലേ, കോടതിയില്ലേ? ഇതിനകത്തൊന്നും ആരോടും പറയാതെ സ്വർണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരിക, അതിനകത്തേക്ക് സ്വർണം കളവ് പോവുക, ഇത് ആരോടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? നിങ്ങളുടെ ഒരു അന്വേഷണത്തിൽ ശ്രീ വിജയ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? സർക്കാരിനെ ഇങ്ങനെ കുഴപ്പത്തിലാക്കാൻ ഒരു ഗൂഢാലോചനയിൽ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് അദ്ദേഹം വ്യക്തിപരമായി നടത്തിയതായിരിക്കുമോ, ആരുടെയെങ്കിലും ടൂളായി പ്രവർത്തിച്ചിരിക്കുമോ? എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു റീഡിംഗ്? എന്ത് ടൂളാണ് ലക്ഷ്മി? ഇതിനകത്ത് എന്ത് ടൂളാണ്? ഇത് അന്വേഷിക്കേണ്ട കാര്യം ഒന്നാണ്. ഇതിനകത്ത് സർക്കാരിൻ്റെയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് ആർക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഇത് കൊണ്ടുപോയത്? അല്ലെങ്കിൽ ഈ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ പോലും ദേവസ്വം ബോർഡിൽ നിന്ന് ഇത്ര കൃത്യമായി, ഇത്ര ലാഘവത്തോടെ, ഇത്ര ഈസിയായി അദ്ദേഹം എങ്ങനെ ഈ സ്വർണം അവിടെ നിന്ന് പത്മകുമാറേട്ടൻ തന്നെ പറഞ്ഞല്ലോ, ഒരു കാണിക്ക കൊടുത്തു കഴിഞ്ഞാൽ അത് ദേവസ്വം ബോർഡിൻ്റെയാണ്. ആത്യന്തികമായി നമ്മളൊരു സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാണിക്ക ഇട്ട് കഴിഞ്ഞാൽ അത് ദേവസ്വം ബോർഡിൻ്റെയാണ്. ശരി, അത് റെക്കോർഡിക്കലായിട്ട് ഈ രണ്ടാമത്തെ പീഠം കൊണ്ടുപോകുമ്പോൾ അത് റെക്കോർഡിക്കലായിട്ടുണ്ടോ?
ഇതിനകത്ത് ശ്രീ പത്മകുമാർ, അത് തന്നെയാണ് നിരന്തരമായി ഉയർന്ന ചോദ്യം. അത് തന്നെയാണ് കോടതിയും ചോദിച്ചത്. അത് തന്നെയാണ്, എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ റെക്കോർഡിക്കലാക്കിയില്ല? ദേവസ്വം ബോർഡിന്റെ ഒരു പ്രതിനിധി പോകണമായിരുന്നു. ഇങ്ങനെ ഒരു അറ്റകുറ്റപ്പണിക്കായി സ്വർണ്ണപ്പാളി എന്ന് പറയുന്നില്ല, സ്വർണം പൂശിയ പാളി കൊണ്ടുപോകുമ്പോഴേക്കും ദേവസ്വം ബോർഡിന്റെ ഒരു പ്രതിനിധി ആവശ്യമായിരുന്നു. അതെന്തുകൊണ്ട് ചെയ്തില്ല? എന്തിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്രമാത്രം സർക്കാർ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു? ലക്ഷ്മി, ഞാൻ ആദ്യം മുതൽ പറയുന്നൊരു മറുപടി അത് വിജയനോടും പറയുകയാണ്. സർക്കാരല്ലല്ലോ, ദേവസ്വം ബോർഡാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ വിജയനെ സംബന്ധിച്ച് ഗവൺമെന്റിനൊരു കുഴപ്പം പറ്റി എന്ന ഈ ലക്ഷ്മി, അപ്പൊ അങ്ങനെയാണല്ലോ. അല്ല, പത്മകുമാറിന്റെ മറുപടി അതാണ്. സർക്കാരല്ല, ദേവസ്വം ബോർഡ്. നമുക്ക് ദേവസ്വം ബോർഡിനെ മുൻനിർത്തി സംസാരിക്കാം. സർക്കാരിന്റെ നിലപാടാണെന്ന് തന്നെ പറയണം. ലക്ഷ്മി, ദേവസ്വം ബോർഡും സർക്കാരും രണ്ടും രണ്ടാണ്. ഇവിടുത്തെ പൊതുസമൂഹത്തിനോട് അദ്ദേഹം സർക്കാരിന്റെ നിലപാടാണ്. അതിലിടപെടണ്ട വിജയ്. അദ്ദേഹത്തിന് അങ്ങനെ പറയാനാണ് കൂടുതൽ കൺവീനിയൻസ്. അതിലിടപെടണ്ട വിജയ്. ഞാനൊരു കാര്യം പറയാം. എങ്ങനെയാണ് മൂന്നാമതൊരാള് ഇക്കാര്യത്തിൽ വന്നതെന്നാണല്ലോ ചോദ്യം. ഞാൻ പറഞ്ഞോട്ടെ ചേട്ടാ, അതൊരു ചോദ്യമല്ലേ? എങ്ങനെ സംസ്ഥാനത്തിന്റെ പറഞ്ഞോട്ടെ. ഞങ്ങൾക്ക് അവിടെ പൊതുജനത്തിന് അറിയാനുള്ള എല്ലാവിധമായിട്ടുള്ള അവകാശങ്ങളും. രാമമൂർത്തി മണ്ഡപം എന്ന് പറയുന്ന ഒരു മണ്ഡപം അല്ല, ഞാൻ പറഞ്ഞോണ്ടിരിക്കുകയാണ് വിജയ്. പറഞ്ഞോളൂ പത്മകുമാർ, കേൾക്കാം. പറഞ്ഞോട്ടെ. ഞാൻ പറയട്ടെ. പമ്പയിൽ രാമമൂർത്തി മണ്ഡപം എന്ന് പറയുന്നൊരു മണ്ഡപം ഉണ്ടായിരുന്നു. അത് 2018 വെള്ളപ്പൊക്കത്തിന് ഒഴുകിപ്പോയതാണ്. അത് ആരുടെ അതാണെന്നറിയാമോ? അത് നമ്മുടെ കുമരൻ സിൽക്സ് എന്ന് പറയുന്ന, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പ ഭക്തന്മാർ വരുമ്പോൾ പമ്പയിൽ നിന്ന് വെയിൽ കൊള്ളാതിരിക്കാൻ അദ്ദേഹം ചെയ്തു കൊടുത്തതാണ് രാമമൂർത്തി മണ്ഡപം എന്ന് പറയുന്ന സംഗതി. നിങ്ങളിപ്പോൾ പറയുന്ന സ്വാമി അയ്യപ്പൻ റോഡ്, അതായത് ട്രഡീഷണൽ പാത്ത് അല്ലാതെ ഇപ്പുറത്തൂടെ പോകുന്ന സ്വാമി അയ്യപ്പൻ റോഡ് എങ്ങനെ ഉണ്ടായതാണെന്നറിയാമോ? നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി അയ്യപ്പൻ സിനിമ ഉണ്ടാക്കുന്നു. ആ സിനിമ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ലാഭത്തിൻ്റെ ഒരു പങ്ക് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. തീർച്ചയായും അങ്ങനെ വഴിപാടുകൾ പലതുണ്ട്. പത്മകുമാർ, ഈ വിഷയത്തിലേക്ക് വന്നാൽ നീല ഗ്രൂപ്പ് അതിൻ്റെ ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ ആ റോഡ് പണിഞ്ഞത്, അതിനുള്ള ആദ്യത്തെ ചെലവെന്ന് പറയുന്നത് സ്വാമി അയ്യപ്പൻ സിനിമയുടെ ലാഭത്തിൻ്റെ ഭാഗമായി സുബ്രഹ്മണ്യ സ്വാമി അന്ന് കൊടുക്കുന്നതാണ്. അങ്ങനെ ശബരിമലയുടെ കാര്യത്തിൽ സ്പോൺസർമാരും അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രത്തെ സ്നേഹിക്കുന്നവരും വിശ്വസിക്കുന്നവരും അവിടുത്തെ അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ, അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹായിക്കാറുണ്ട്. ആ സഹായിക്കുന്നതിൽ മറ്റ് കുഴപ്പങ്ങളോ ദുരൂഹതകളോ ഇല്ലാതെ നോക്കി നടത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ, തിരുവാഭരണം കമ്മീഷണറുടെയും വിജിലൻസിൻ്റെയും ബോർഡിൻ്റെ പൊതുവിലുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ ഒരു അപേക്ഷ തരുമ്പോൾ വിജിലൻസ് റിപ്പോർട്ട് ദോഷകരമല്ല, അയാൾ ചെയ്യും എന്നുള്ളതാണ്. ആ വിജിലൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇയാളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനുശേഷം 21 ഇയാൾ കൊണ്ടുപോയതിനു ശേഷം തിരിച്ചു കൊണ്ടുവന്നില്ല. ഇയാളുടെ കൈവശം തന്നെ വെച്ചിട്ട് അയാൾ പറയുകയാണ്. അതാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം വകുപ്പ് മന്ത്രിയും പറഞ്ഞ ഗൂഢാലോചനയെ സംബന്ധിക്കുന്ന പൊതു സംശയം ഉണ്ടായതെപ്പോഴാണ്? പമ്പാ സംഗമം നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നതിൻ്റെ 4-5 ദിവസം മുമ്പാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പോഴും ശ്രീ പത്മകുമാർ, പീഠത്തെക്കുറിച്ച് അതുവരെ ഈ 4.5 കൊല്ലം വരെ സർക്കാർ അത് കഴിഞ്ഞിട്ട് കാണാതായിട്ട് 4.5 കൊല്ലം കഴിഞ്ഞിട്ടും സർക്കാർ അന്വേഷിച്ചില്ല എന്ന് മാത്രമല്ല, ദേവസ്വം വിജിലൻസിനും അങ്ങനെയെങ്കിൽ തെറ്റിപ്പോയി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യും എന്ന് പറഞ്ഞ കാര്യത്തിൽ തെറ്റിപ്പോയി വിജിലൻസിന് എന്നുകൂടി മനസ്സിലാക്കണം. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് പത്മകുമാർ, ഒപ്പം വിജയ് ഇന്ദുചൂടൻ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി.